തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന പിന്തുണയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ബംഗാളിൽ മമതയടക്കം എതിര് നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ TMCയുടെ പിന്തുണ കോൺഗ്രസിനുണ്ട്. മറുവശത്തെ BJPക്ക് കൂട്ടായി ഒരു സംഘം മാത്രമാണ്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED ആണ്. BJP സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എതിർചേരിയുള്ളവരെ ഇല്ലായ്മ ചെയ്യുക എന്ന സേനാധിപതിയുടെ ദൗത്യമാണ് EDക്കുള്ളത്. ഏറ്റവും ഒടുവിലായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലുതെന്തോ വരാനിരിക്കുകയാണെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവിയായാണ് ED പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവർത്തിച്ച് പറയുമ്പോഴും BJPക്കും EDക്കും കുലുക്കമില്ല. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ വൻ വർധനവാണ് ED അന്വേഷണത്തിൽ ഉണ്ടായത്. അതായത് EDയെ കഴിഞ്ഞ 10 വർഷമായി ഒരു വേട്ടനായിയെ പോലെ BJP പ്രതിപക്ഷത്തിന് നേരെ കയറൂരി വിട്ടിരിക്കുകയാണ്. EDയുടെ കേസുകളിൽ കഴിഞ്ഞ 19 വർഷത്തെ കണക്ക് നോക്കിയാൽ 95% BJP ഇതര പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 5% കേസുകളിൽ മാത്രമാണ് മറ്റു കമ്പനികളിലെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ED ലക്ഷ്യമിട്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഭരിച്ച 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ EDക്ക് കാര്യമായ പണികളൊന്നും ഇല്ലായിരുന്നു. വെറും 26 കേസുകളാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആ കാലയളവിൽ അന്വേഷണം നടന്നിരുന്നത്. അതിൽ 14 നേതാക്കൾ മാത്രമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുണ്ടായത്. 26 പേരിൽ 5 പേർ കോൺഗ്രസും BJPയിൽ നിന്നും 3 പേരും TMCയിൽ നിന്നും 7 പേരും DMKയിൽ നിന്നും 4 പേരും ഉൾപ്പെടുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ 2014 NDA മുന്നണി അധികാരത്തിലെത്തിയതോടെ ED സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു. കണക്കുകൾ പ്രകാരം 121 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഈ കാലയളവിൽ EDയുടെ നടപടി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ 24, TMCയുടെ 19, NCPയുടെ 11, ശിവസേനയിൽ നിന്നും 8, DMKയിൽ നിന്നും 6, RJD, സമാജ്വാദി പാർട്ടി എന്നിവയിൽ നിന്നും 5, അതുപോലെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും 3, നാഷണൽ കോൺഫറൻസിൽ നിന്നും 2, PDP, DMK, MNS, TRS എന്നിവയിൽ നിന്നും ഓരോ കേസുകൾ വീതമാണ് നടപടി ഉണ്ടായത്. പ്രതിപക്ഷ നേതാക്കളുടെ വീടും കമ്പനികളും റെയ്ഡ് ചെയ്തതും സ്വത്തുക്കൾ കണ്ടുകെട്ടിയതുമെല്ലാം ഇത് ഉൾപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് വഴങ്ങാത്ത രാഷ്ട്രീയ നേതാക്കളെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വഴി ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായി BJP ആവിഷ്കരിച്ചെടുത്തുവെന്ന ആക്ഷേപം ഇതോടെ വ്യാപകമായി ഉയർന്നിരിക്കുകയാണ്. റെയ്ഡിനു പിന്നാലെ ആളുകൾ BJPയിൽ ചേരുന്നതും ശേഷം കേസ് അപ്രത്യക്ഷമാവുന്നതും പതിവ് കാഴ്ചയുമായി. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മദ്യനയ കേസിൽ ആദ്യം അറസ്റ്റിലായത് ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയായിരുന്നു. മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗും BRS നേതാവ് K കവിതയും ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കെജ്രിവാളിന് തുടർച്ചയായി സമൻസുകൾ അയക്കുന്നതും അവസാനം അറസ്റ്റ് ചെയ്യുന്നതും. മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ED നടപടിക്ക് ഇരയായിട്ടുണ്ട്. കള്ളപ്പണവും സ്വത്ത് സമ്പാദനവുമായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ YS ജഗൻമോഹൻ റെഡ്ഡി 1ാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ അന്വേഷണം നേരിട്ടതാണ്. 2015 ജഗന്റെ ഉടമസ്ഥതയുള്ള ഭാരതി സിമന്റ്സിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. EDയെ പേടിച്ചു മാത്രം BJPയിൽ ചേർന്ന ദേശീയ നേതാക്കളുടെ എണ്ണം ഒരു ഡസനിൽ അധികമാണെന്നതും വസ്തുതയാണ്.